ഭാരതീയരുടെ രണ്ട് മഹത്തായ ഗ്രന്ഥങ്ങളാണ് രാമായണവും ഭാരതവും, രാമായണവും മഹാഭാരതവും. ഇതിൽ രാമായണം രചിക്കപ്പെട്ടത് ത്രേതായുഗത്തിലും മഹാഭാരതം രചിക്കപ്പെട്ടത് ദ്വാപരയുഗത്തിലുമാണ്. ശ്രീരാമൻ മനുഷ്യൻ്റെ സർവ്വ ആദർശങ്ങളും പിന്തുടർന്ന് ജീവിച്ചയാളാണ്. രാജകുമാരനായിരുന്നു. രാജകൊട്ടാരത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും അറിഞ്ഞു ജീവിച്ചയാളാണ്. ത്യാഗമനസ്ഥിതി വളരെയധികമായിരുന്നു. എല്ലാം ത്യജിക്കാൻ തയ്യാറായി. രാജ്യം തന്നെ ത്യജിച്ചു. സുഖസൗകര്യങ്ങളെല്ലാം ത്യജിച്ചു. ജീവിതം തന്നെ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. അത് നമുക്ക് തരുന്നൊരു സന്ദേശമാണ്. ആദർശം വളരെ വിലപ്പെട്ടതാണ് മനുഷ്യജീവിതത്തിൽ. നമ്മൾ ഭാരതീയരെ പഠിപ്പിക്കുകയാണ്. ആദർശം വളരെ വിലപ്പെട്ടത് തന്നെയാണ്. അതനുസരിച്ച് വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഏതെങ്കിലും രീതിയിൽ ജനിച്ചു പോയതുകൊണ്ട് സുഖസൗകര്യങ്ങളുടെ പുറകെ പോയി കംപ്ലീറ്റ് സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി അങ്ങ് ജീവിക്കുകയല്ലേ. ആദർശം വേണം. അതിനെക്കുറിച്ചുള്ള കൃത്യമായ നിയമങ്ങൾ പാലിക്കണം എന്നൊക്കെ നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി ആദർശധീരനായ ശ്രീരാമൻ ജീവിച്ചു. എന്നാൽ ശ്രീകൃഷ്ണൻ്റെ കാലം വന്നപ്പോൾ അത് ദ്വാപരയുഗമായി പോയി. മനുഷ്യൻ ഒത്തിരി പുരോഗമിച്ചു. പരിണാമത്തിലൂടെ ഒത്തിരി മുന്നോട്ട് വന്നു. അപ്പോൾ ജീവിതക്രമങ്ങൾ മാറി. അപ്പോൾ ആ മാറ്റം വന്നേ പറ്റൂ. ശ്രീരാമൻ ജീവിച്ച പോലെ ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ തട്ടിക്കളഞ്ഞേനി. 3 വയസ്സിന് മുമ്പ് കാർന്നൂരിൽ നിന്ന് തട്ടിക്കളഞ്ഞേനി. അപ്പം അതിനുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്ക തന്ത്രങ്ങൾ വേണമായിരുന്നു. അവിടെ നീക്കം ആരും അറിയാതെ രാത്രിയിൽ അവിടുന്ന് നീക്കം ചെയ്ത് യശോദയുടെ അടുക്കലെത്തിച്ചു. അവിടെയാണ് ചെറുപ്പം ചിലവഴിച്ചത്. അന്നു മുതൽ എന്നും പ്രശ്നങ്ങളെ തരണം ചെയ്ത് വളരെ തന്ത്രപൂർവ്വം മുന്നോട്ട് നീങ്ങിയ ആളാണ് ശ്രീകൃഷ്ണൻ. ഒരാൾ ആദർശധീരനായിരുന്നു. ഇദ്ദേഹത്തിന് ആദർശമുണ്ട്. പക്ഷേ പ്രായോഗിക ജീവിതത്തിന് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം തയ്യാറാകണം. ഇല്ലെങ്കിൽ ജീവിതം നിലനിൽപ്പ് തന്നെ ബാധിക്കും. അതറിയാൻ തക്ക ആ ബുദ്ധി സാമർഥ്യം ഉണ്ടായിരുന്നു. കുട്ടിയായിരുന്നപ്പോൾ തന്നെ ജീവിതം മുഴുവൻ പരീക്ഷണങ്ങളായിരുന്നു. ത്യാഗം ഉണ്ടെങ്കിലും ജീവിതം വളരെ അർത്ഥവത്താക്കി മുന്നോട്ട് കൊണ്ടുപോയി. ഒരു അക്രമിയെയും വെറുതെ വിട്ടിട്ടില്ല. ചില നയപരമായ പിന്മാറ്റം ചിലർക്കുണ്ടായി എന്നല്ലാതെ ഒരക്രമിയെയും പുള്ളി വെറുതെ വിട്ടിട്ടില്ല. അതറിയണം. ഈ തത്വം അറിയാൻ പാടില്ലാത്തവരാണ് ഭാരതത്തിലെ ഹൈന്ദവർ. വളരെ സ്ഥൂലമായി ഈ 2 കഥാപാത്രങ്ങളെ വിലയിരുത്തിയാൽ പോലും കാലത്തിനനുസരിച്ച് കോലം കെട്ടണമെന്നും ഹിന്ദുവിനെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ ഇതറിയാൻ മേലാതെ പോരുന്നത്? ഭൂമിയോളം ക്ഷമിക്കുന്ന പ്രകൃതി എവിടെ നിന്ന് വന്നു? ഈ ശ്രീകൃഷ്ണൻ ഈ കാര്യം ക്ഷമിച്ച് അപ്പനും അമ്മയും ക്ഷമിച്ചവരുന്നെങ്കിൽ ചെറുപ്പത്തിൽ ഉണ്ടായപ്പോൾ തന്നെ തട്ടിക്കളഞ്ഞേനി. ജനിച്ചപ്പോൾ തന്നെ തട്ടിക്കളഞ്ഞേനും കാരണവർ. അപ്പോൾ ആ തന്ത്രമായിട്ട് തന്തയിലൂടെ ആ ഈശ്വരശക്തി പ്രവർത്തിച്ചു. സ്ഥലം മാറ്റി. കൈ കിട്ടിയില്ല. കുറച്ച് പ്രായമായിട്ടാണ് അറിഞ്ഞത്. എന്നിട്ടും വിട്ടില്ല. പുറകെ ചെന്ന് വധിക്കാൻ ശ്രമിച്ചു. കാരണവരത്തെ തിരിച്ച് വധിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ജീവിതം മുഴുവൻ പരീക്ഷണങ്ങളായിരുന്നു. ക്ഷമ തീരെ കാണിച്ചിട്ടില്ല. അക്രമിയെ ആക്രമിക്കുക തന്നെ ചെയ്യും. തിരിച്ചാക്രമിക്കുക ചെയ്തത്. ജീവിതം മുഴുവൻ അങ്ങനെ കാണിച്ചത്. എല്ലാ കാര്യങ്ങളും ലാസ്റ്റ് ഏറ്റവും അവസാനം വരെയും കാണിച്ചതാണ്.
ഏറ്റവും അവസാന ജീവിതത്തിൻ്റെ അങ്ങ് വരെയും അക്രമിയെ ഒരിക്കലും അംഗീകരിക്കുകയോ ക്ഷമ കാണിക്കുകയോ ചെയ്തിട്ടില്ല. അതാണ് വേണ്ടതെന്ന് കാലത്തനുസരിച്ച് കോലം കെട്ടണമെന്നുള്ളത് നമ്മെ പഠിപ്പിച്ചതാണ്. ഇതറിയാൻ പാടില്ലാതെ പോയി. ആദർശധീരത വേണം, വേണ്ടെന്നല്ല, സത്യസന്ധത വേണം, അതും വേണം. പക്ഷേ ഈ അക്രമിക്ക് കീഴ്പ്പെടുന്ന പ്രകൃതം നല്ലതല്ല. അങ്ങനെ കീഴ്പ്പെടുന്ന ഒരു മനസ്സ് മുൻപ് ഉണ്ടായിരുന്നു, 1000 വർഷം മുൻപ്. അന്നാണ് കീഴ്പ്പെട്ടു പോയത്. കീഴ്പ്പെട്ടു പോകുന്നതിനൊരു കാരണം അവരുടെ തന്നെ അന്ന് ജീവിച്ചെന്നതിൻ്റെ തന്നെ പെശ ഒരു പ്രബല വർഗത്തെ തരം താഴ്ത്തി മാറ്റി നിർത്തി എന്നുള്ളൊരു പോരാഴി അവിടെ ഉണ്ട്. ആ തന്ത്രം കൂടെയുള്ളവരുടെ നേരെ അല്ല പ്രയോഗിക്കേണ്ടത്. ഒന്നിച്ച് ജീവിച്ച ആൾക്കാരെയാണ് മാറ്റി നിർത്തിയത്. അത് വലിയ തെറ്റായിപ്പോയി. അന്ന് വരെ ഒന്നിച്ച് ജീവിച്ച ആളാണ്. അന്നും ഈ രാമായണവും ഈ ഭാഗവതം അന്ന് രചിക്കപ്പെട്ടിരുന്നു. ഇതെല്ലാം സംസ്കൃതത്തിലാണ് രചിക്കപ്പെട്ടത്. നാട്ടുഭാഷ പോലും അന്ന് സംസാര ഭാഷ പോലും സംസ്കൃതമായിരുന്നുവെന്ന് ഒരു പരീക്ഷണത്തിലൂടെ നിത്യചൈതന്യ എഴുതി കണ്ടുപിടിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ഒരു ആട്ടിടയൻ രാത്രി കാലങ്ങളിൽ ഉറക്കത്തിൽ അദ്ദേഹം എഴുന്നേറ്റിരുന്ന് എന്തൊക്കെയോ പറയുന്നു. ദിവസമുണ്ട് ഇത്. അപ്പോൾ ഇത് ശാസ്ത്രജ്ഞന്മാരെയൊക്കെ അറിയിച്ചു, മനഃശാസ്ത്രജ്ഞന്മാരെയൊക്കെ സർക്കാർ തലത്തിൽ അറിയിച്ചു ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്താൻ. നിത്യചൈതന്യ എഴുതി നേതാവായിട്ടൊരു ഗ്രൂപ്പ് അവിടെ ചെന്നു. റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളോട് കൂടി ചെന്നു. അദ്ദേഹം ഉറങ്ങി 1-2 ദിവസങ്ങളിൽ രാത്രി ഒന്നും പറഞ്ഞില്ല. 3-ാമത്തെ ദിവസം പറഞ്ഞു. ഉറങ്ങുന്ന സമയത്ത് അത് മുഴുവൻ റെക്കോർഡ് എടുത്തു. അതിനെക്കുറിച്ച് പഠനം നടത്തി പണ്ഡിതന്മാരെല്ലാം കൂടെ. അതായത് സംസ്കൃത ഭാഷ ഇന്നത്തെ സംസ്കൃതത്തിൻ്റെ രൂപപ്പെട്ട് വന്ന കാലത്തെ ഭാഷയാണ് ഇയാൾ പറയുന്നത്. അന്നത്തെ മനുഷ്യൻ സംസ്കൃതമാണ് സംസാര ഭാഷയായി ഉപയോഗിച്ചിരുന്നത്. അത് പരിഷ്കരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. സംസാര ഭാഷ പരിഷ്കരിച്ചിട്ടില്ല. എഴുതുന്നവർ നല്ല കൃത്യമായിട്ട് എഴുതിയിരുന്നു. അപ്പോൾ വാൽമീകിയും വേദവ്യാസനുമൊക്കെ എഴുതുന്നത് അവർക്കൊക്കെ അറിയാം, അന്നേ അറിയാം. 1000 കൊല്ലം മുമ്പ് മുതൽ 10,000 കൊല്ലം മുമ്പ് ഇത് നാട്ടിൻപുറങ്ങളിൽ പഠിച്ചിരുന്നതാണ്. എല്ലാ ജനവും ഇതെല്ലാം അറിയാം, ഈ കഥകളെല്ലാം. ഇതെല്ലാം അറിഞ്ഞിട്ടും അബദ്ധത്തിൽ ചാടി. ഈ തരംതിരിവ് വന്നതാണ് കുഴപ്പമായത്. അവരുടെ ഉള്ളിലും ഇന്നും ജീനിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ രാമായണവും ഈ ഭാരതമൊക്കെയാണ്. അല്ലാതെ പുത്തൻ ആശയങ്ങളൊന്നുമല്ല. അതിന് സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്നതാണ്. പുനരുജ്ജീവിച്ച് വരുന്നുണ്ട് ഇപ്പോൾ. അതാണ് നമ്മുടെ സ്ഥിതി. നമ്മൾ ആവശ്യമില്ലാത്ത തരംതിരിവിന് പോയി, അന്യൻ കയറി ആക്രമിച്ചു, കീഴ്പ്പെട്ടു പോയി, ഇതെല്ലാം നശിപ്പിക്കാവുന്ന നശിപ്പിച്ചു, നാശത്തിൻ്റെ വക്കിലെത്തി. എന്നിട്ടും ഇപ്പോഴും ക്ഷമയാണ് ജീവിതത്തിൽ എല്ലാമെന്നും പറഞ്ഞ് നടക്കുക. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന്. അദ്ദേഹത്തിനറിയാം 2 ഉള്ളു കാരണമെന്ന്. അത് കഴിഞ്ഞാൽ 3ാമത് എന്ത് ചെയ്യണമെന്ന് ആരും ചോദിച്ചില്ല. ചോദിച്ചാൽ അദ്ദേഹം പറയുകയും ചെയ്യുമായിരുന്നു. യേശുക്രിസ്തു ദൈവമല്ലേ, ദൈവതുല്യനാണ്. നമ്മുടെ ശ്രീകൃഷ്ണനെ പോലെയോ നമ്മുടെ ഈ രാമായണത്തിലെ രാമനെപ്പോലെ അത്ര മഹത്വമുള്ള ആളല്ലേ. എല്ലാമായിരുന്നു, ഈശ്വര ചൈതന്യം തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, രാമായണത്തിൽ കാണിച്ചിട്ടുണ്ട്, എല്ലായിടത്തും കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ വരാവുന്ന കുഴപ്പങ്ങളെക്കുറിച്ച്. അതായത് മന്ധരയുടെ ഉപദേശം അനുസരിച്ച് കൈകേയി ഒരു വിക്രി കാണിച്ചു കൊട്ടാരത്തിൽ. അതിൻ്റെ ഫലം ആ കൊട്ടാരത്തിലുണ്ടായി. വലിയ നഷ്ടങ്ങളല്ലേ ഉണ്ടായത്. ആ നഷ്ടം നികത്താവുന്നതായിരുന്നു. പക്ഷേ ആദർശധീരത കാരണം ശ്രീരാമൻ വനവാസത്തിന് പോയി. അതാണ് സംഭവിച്ചത്. അന്നത്തെ കാലമായിരുന്നു. ശ്രീകൃഷ്ണൻ്റെ കാലം വന്നപ്പോൾ ഒന്നും നടക്കാതെ വന്നു. ഒത്തിരി പുരോഗമിച്ചു. ഒരു ക്ഷമയില്ല.
കൊട്ടാരത്തിലായാലും ക്ഷമയില്ല. സ്വന്തം വീട്ടിലായുണ്ട് ശ്രീരാമൻ അവിടെയൊക്കെ ക്ഷമിച്ചതും സഹിച്ചതുമൊക്കെ. ശ്രീകൃഷ്ണൻ്റെ കാലം വന്നപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നായിട്ട് പോലും പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം പ്രതികരിക്കുക ഉണ്ടായത്. എല്ലാ കാര്യങ്ങളിലും എന്നും കൃത്യമായിട്ട് പ്രതികരിച്ചിരുന്നു, അനീതിയെ ചോദ്യം ചെയ്തിരുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിൽ വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഹൈന്ദവൻ്റെ കാര്യം ഈ വന്ന നഷ്ടങ്ങൾ ഇപ്പോഴെങ്കിലും നിൽക്കും. ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ. പുരാണങ്ങളൊക്കെ വിശദീകരിക്കുന്ന ആൾ ഇതുപോലുള്ള നല്ല കാര്യം, ഇതുപോലുള്ള അതിൻ്റെ ഒളിച്ചു വച്ചിരിക്കുന്ന ആശയങ്ങളൊന്നും പുറത്തു പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇതുപോലെ ഒത്തിരി കഥകൾ കംപ്ലീറ്റ് ഒളിച്ചു വച്ചിരിക്കുക ആശയങ്ങൾ. മനുഷ്യ ജീവിതത്തിന് ജീവിച്ചും എന്താണ്, എങ്ങനെ ജീവിച്ചാൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭക്തിയുടെ അംശം മാത്രം കാണിച്ചിങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം. ഈ ലോകമേ മിഥ്യയാണെന്ന് ആദ്യം പറയുക കൂടി ചെയ്യും സ്റ്റേജിൽ കയറിയാൽ. ഈ കാണുന്നതൊന്നും ഉള്ളതല്ല എന്നൊക്കെയുള്ള ആശയത്തിൽ കുത്തിവെച്ച് മനുഷ്യനെ നാശമാക്കി ഒരു പരുവത്തിലെത്തിച്ചു. ഈ മതപ്രസംഗങ്ങളിൽ നിന്ന് കുറേ പഴയ സ്വാമിമാർ, ഇപ്പോഴങ്ങനെയല്ല, ഇപ്പം നല്ല മെഴുവിളിക്കന്മാരായ ആദർശധീരന്മാരായ സ്വാമിമാരുണ്ട്, നല്ല പ്രസംഗങ്ങൾ. അവരുടെയൊക്കെ ഓരോ സെൻറ്റൻസിനും ഭയങ്കര ആശയമാണ്. അവരൊന്നും പറയുന്നവരല്ല. അവർ ജീവിതം എങ്ങനെയാണ് സുഗമമായിട്ട് കൊണ്ടുപോകുന്നത്, ആത്മീയമായിട്ടെങ്ങനെ മുന്നോട്ട് പോകാം, ഭൗതികമായിട്ടെങ്ങനെ മുന്നോട്ട് പോകാം, ഭൗതികതയില്ല ആത്മീയതയും കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അവരതാ പഠിപ്പിക്കുന്നത്. കുളത്തൂർ അദ്വൈതാശ്രമത്തിലെ ചിദാനന്ദ സ്വാമി ഒക്കെ പ്രസംഗത്തിൽ ധാരാളം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രായോഗിക ജീവിതത്തിൽ ധനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം അതോടൊപ്പം ആത്മീയതയോടെ കൊണ്ടുപോവുകയും ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആത്മീയതയുള്ളതാണ്, ആവശ്യമാണ് മനുഷ്യന്. പക്ഷേ ഭൗതികത വിട്ട് കഴിഞ്ഞൊരു ആത്മീയത പറ്റുകയില്ല, മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. പുരാണത്തിലെ കഥകൾ വെറും കഥകളല്ല, ആദർശങ്ങളാണ്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നാം എങ്ങനെ ജീവിക്കണം നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ പുരാണങ്ങളെല്ലാം അങ്ങനെയാണ്. എല്ലാ പുരാണങ്ങളിലും എല്ലാ കഥാപാത്രങ്ങളിലൂടെയും ആദർശം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെങ്ങനെ ഓരോന്നിനെയും ഫേസ് ചെയ്യണമെന്ന്. ഇതാണ് മതപ്രസംഗങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും വിദ്യാർത്ഥികളെ ആണെങ്കിലും പറഞ്ഞു മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ കഥാപാത്രങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രമങ്ങൾ, പ്രത്യേകതകൾ, അവരുടെ ജീവിത നേട്ടങ്ങൾ, ജീവിത വീക്ഷണങ്ങൾ അത് ഇപ്പം എങ്ങനെ പ്രായോഗികമാക്കാം ഈ കാലത്തനുസരിച്ച് കോലം കെട്ടാൻ കൂടെ പഠിക്കണം. അതിന് നല്ല പ്രസംഗങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ കുറവാണ്, ഇപ്പോൾ വളരെ കുറവാണ്. മുമ്പ് പറയുന്ന കുറേ സ്വാമിമാർ വിഡ്ഢിത്തം പറയുന്ന ആ ടൈപ്പ് അല്ലിപ്പം. ഇപ്പോൾ സ്വാമിമാർ അങ്ങനെയുള്ളവർ ആരും വില കൊടുക്കുന്നില്ല. അങ്ങനെ അപൂർവം ചിലരുണ്ട് ജീവിക്കാൻ വേണ്ടി, അരി വാങ്ങാനുള്ള കാശിന് വേണ്ടി പറയുന്നതല്ല അവർ. അല്ലാതെ അവർ കാര്യങ്ങളൊന്നും അറിയാവുന്നവരല്ല. അതുപോലെ ശിവഗിരിയിൽ മഹാന്മാരായ സ്വാമിമാരുണ്ട്, ആദർശശീലന്മാരായ അതിഭയങ്കരമായ ആശയമുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന സ്വാമിമാരുണ്ട് അവിടെ. ഹിന്ദുക്കൾക്ക് മാത്രമല്ല, അവരുടെ ഡ്യൂട്ടി ഹിന്ദുക്കളുടെ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നല്ലേ. അതുകൊണ്ടാണ് പറയുന്നത്. മറ്റാരും അവർക്കാർക്കും എതിരൊന്നുമില്ല. പക്ഷേ ഹിന്ദുക്കൾക്ക് വേണ്ടി അവർ പറയുന്നത് ഹിന്ദുക്കളുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. അതൊക്കെ വളരെ വിലമതിക്കേണ്ടതാണ്. ഹൈന്ദവ സമൂഹത്തിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അവയെല്ലാം. ഓക്കെ.